പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. എന്നും ഞാൻ സകലേശാ
എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. സത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. അപ്പോൾ കർത്താവ് തന്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാക്കുകയും തന്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. കർത്താവ് തന്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്തു നിന്നും ആട്ടിപ്പായിക്കും. വരണ്ട വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തിരുത്തും. അവന്റെ സൈന്യത്തിന് മുൻനിരയിൽ കിഴക്കൻ കടലിലും പിന്നിലെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും. തന്റെ ഗർഭതല ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും. ദേശങ്ങളെ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ച് ആനന്ദിക്കുക. കർത്താവ് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട, മേച്ചിൽപ്പുറങ്ങൾ പച്ചപിടിച്ചിരിക്കുന്നു, വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു. അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല കൃഷി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല കൃഷിയും വസന്തകാല കൃഷിയും സമൃദ്ധമായി പെയ്യിച്ചു തരും. നദിക്കടങ്ങളിൽ
ധാന്യം നിറയും. ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിവയെ ഞാൻ അയച്ച് മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തി അടയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. സകലരും ഒഴിവാകും. ആത്മീയതയാൽ മധുരിതമാ ഹല്ലേലൂയ ഗീതികളാൽ ദൈവാത്മാവിൻ ആഗമനം കൊണ്ടാടിടാം സാനന്ദം. അവനെന്നും സ്തോത്രം പാടിടാം. നൂതനമകിലും നീ നൂതനമാക്കിയിടും നാഥാ സകലേശ്വരാ. ആത്മീയതയാൽ മധുരിതമാം ഹല്ലേലൂയ ഗീതികളാൽ ദൈവാത്മാവിൻ ആഗമനം കൊണ്ടാടിടാം സാനന്ദം. അവനെന്നും സ്തോത്രം പാടിടാം. നിത്യപിതാവിനും സുതനും ഊഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആത്മീയതയാൽ മധുരിതമാം ഹല്ലേലൂയ ഗീതികളാൽ ദൈവാത്മാവിൻ ആഗമനം കൊണ്ടാടിടാം സാനന്ദം. അവനെന്നും സ്തോത്രം പാടിടാം. ഭാവിയെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആത്മീയതയാൽ മധുരിതമാം ഹല്ലേലൂയ ഗീതികളാൽ ദൈവാത്മാവിൻ ആഗമനം കൊണ്ടാടിടാം സാനന്ദം. അവനെന്നും സ്തോത്രം പാടിടാം. ശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായ നീക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പിടിച്ചരാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായി വിഗ്രഹാദികളുടെ വിധി തേടാൻ മുതിരുന്നു. വിശുദ്ധരോ ധരിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കും. നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നവരെങ്ങനെ? ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെ പറ്റി പറയാനുണ്ടോ? ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭാംഗവും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപന്മാരെയും അവരോധിക്കുന്നു. നിങ്ങളെ രസിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ന്യായമായൊരു പോലും നിങ്ങളുടെ ഇടയിലില്ലെന്ന് വരുമോ? സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായസ്ഥനെ സമീപിക്കുന്നു. അത് വിശാലതയുടെ ന്യായസ്ഥനെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ? നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപാന്മാരും പരദോഷികരും കവചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ അത്തരക്കാരായിരുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിൽ സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി.
തിരയെ മുറിച്ചെത്തും ചെറുവഞ്ചി പോലെ കടലലകളിലൊഴുകി വരും വചനം. തിരയെ മുറിച്ചെത്തും ചെറുവഞ്ചി പോലെ കടലലകളിലൊഴുകി വരും വചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. യുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 7-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങൾ. പാപിക്ക് മോചനം. ഫരീസിയരിൽ ഒരുവൻ തന്നോടൊന്ന് ഭക്ഷണം കഴിക്കുവാൻ യേശുവിനെ ക്ഷണിച്ചു. യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ചു ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ പട്ടണത്തിലെ പാപിനിയായ ഒരുവൻ ഫരീസയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞു ഒരുവൻ കൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവന്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീര് കൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ ഫരീസയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണ് എങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനി ആണല്ലോ. യേശു അവരോട് പറഞ്ഞു, ശിമിയോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട്. ഗുരു അരുൾ ചെയ്താൽ എന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമർണ്ണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ധനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാതിരുന്നുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമിയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തു അവനേത് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമിയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാലുകൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങളിൽ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടി പന്തിയിലിരുന്നവർ പരസ്പരം പറയുവാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവത്തെ ആത്മാർത്ഥ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുക. ഈശ്വരൻ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, എന്തിനും ഏതിനും അഡ്രസ് വേണം. അത് വ്യക്തമായി വേണം. ഒരു സാധനം മേടിക്കുവാൻ പോകുമ്പോൾ അത് എവിടെ നിന്ന് നിർമ്മിച്ചു, ആര് നിർമ്മിച്ചു, എങ്ങനെ നിർമ്മിച്ചു, എന്ന് നിർമ്മിച്ചു, ഇതെല്ലാം വ്യക്തമായി അതിലുണ്ടാകും. ഒരു വ്യക്തിയോടും നിങ്ങളുടെ അഡ്രസ് ചോദിച്ചാൽ വ്യക്തമായി നിങ്ങളുടെ അഡ്രസ് പറഞ്ഞു തരും. കഴിഞ്ഞ ദിവസം സംഭാഷണത്തിനിടയിൽ ദേവാലയ ശുശ്രൂഷയായ അഖിൽ പറഞ്ഞു, നമ്മുടെ പട്ടിയുടെ അഡ്രസ്
അദ്ദേഹത്തിന്റെ പേരിലാണ് കിടക്കുക എന്ന് അതിനുമുണ്ട് അഡ്രസ്. എന്നാൽ അഡ്രസ് മാറ്റുന്ന ഒരു സുവിശേഷമാണ് ഇന്ന് നമ്മൾ കാണുക. യേശുവിനെ ക്ഷണിച്ചതും വിരുന്നൊരുക്കിയതും വിഭവങ്ങൾ ഒരുക്കിയതും കാശ് മുടങ്ങിയതും ഇതെല്ലാം ചെയ്തത് ശിമയോൻ എന്ന വ്യക്തിയാണ്. എന്നാൽ സുവിശേഷത്തിന്റെ തലക്കെട്ട് കൊടുക്കുക ശിമയോന്റെ വിരുന്ന് എന്നതല്ല, മറിച്ച് അതിന് തലക്കെട്ട് കൊടുക്കുക പാപിനിക്ക് മോചനം എന്ന തലക്കെട്ടാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ്, നീ ആത്മാർത്ഥമായല്ല ദൈവത്തിങ്കൽ വരുന്നത് എങ്കിൽ, ദൈവത്തെ ക്ഷണിക്കുന്നത് എങ്കിൽ തമ്പുരാൻ നിന്നെയല്ല കാണുക. ആത്മാർത്ഥതയോടുകൂടി തമ്പുരാനെ സ്നേഹിച്ച് തമ്പുരാനെ സ്വീകരിക്കുന്ന വ്യക്തിയായിരിക്കും കാണുക. ഓർമ്മപ്പെടുത്തുകയാണ്, പാവനിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പേര് ഒരിക്കൽ പോലും പരാമർശിക്കുന്നില്ല. അവളുടെ പേരെന്ത് എന്ന് ആ സുവിശേഷ ഭാഗത്തില്ല. എന്നാൽ ശിമയോന്റെ പേര് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം തലക്കെട്ട് കൊടുക്കുമ്പോൾ പാപിനിക്ക് മോചനം എന്ന തലക്കെട്ട് കൊടുക്കുകയാണ്. വേറിട്ട് ചിന്തിക്കുന്ന സുവിശേഷൻ, വേറിട്ട് ചിന്തിക്കുന്ന ദൈവിക കാഴ്ചപ്പാട്. രണ്ടാമതായിട്ട് ദൈവം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവം ആത്മാർത്ഥത അളക്കുന്ന വ്യക്തിയാണ് എന്ന്. തീർച്ചയായിട്ടും ശിമയോനാണ് യേശുവിനെ ആ വിരുന്നിനെ ക്ഷണിച്ചത്. എന്നാൽ ആ വിരുന്നിനെ ക്ഷണിച്ച വ്യക്തി അവന് ആതിഥ്യ മര്യാദകൾ മറന്നു പോകുകയാണ്. അവന് ചിന്തയുണ്ടായിരുന്നു ഇവൻ പ്രവാചകനാണ് എന്ന്. അവൻ യേശുവിനെ അഡ്രസ് ചെയ്യുന്നതും ഗുരു എന്നാണ്. എന്നാൽ ആതിഥ്യ മര്യാദകൾ ചെയ്യുവാനായിട്ട് അവൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് ആതിഥ്യ മര്യാദകൾ അതിന്റെ പൂർണ്ണതയിൽ ചെയ്ത പാപിനിയെ യേശു പ്രത്യേകമാവിധം എടുത്തു പറയുക. പാപിനിയായ സ്ത്രീ സാധാരണഗതിയിൽ ഒരു അതിഥി വന്നാൽ അവനെ കാലുകൾ കഴുകുവാനായിട്ട് വെള്ളം കൊടുക്കണം. എന്നാൽ ശിമയോൻ കൊടുത്തില്ല. പാപിനിയായ സ്ത്രീ അവളുടെ കണ്ണുനീര് കൊണ്ട് അവന്റെ കാലുകൾ കഴുകുകയാണ്, ആതിഥ്യ മര്യാദ കാണിക്കുകയാണ്. നിന്നെ ഞാൻ സ്വീകരിക്കുന്നു, നിന്റെ വിശ്വാസത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് ഏറ്റുപറയുകയാണ്. തുടയ്ക്കുവാനായിട്ട് തുവാല കൊടുത്തില്ല. പാപിനി അവൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന മുടി കൊണ്ട് തന്നെ അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയാണ്. പിന്നീട് അവന്റെ പാദങ്ങളിൽ അവൻ തൈലം പൂശുകയാണ്, ഊഷ്മളതയുടെ അടയാളമായിട്ട് ചുംബിക്കുകയാണ്, ബന്ധത്തിന്റെ അടയാളമായിട്ട്. ഇതെല്ലാം ചെയ്യേണ്ട ശിമയോൻ ഇതൊന്നും ചെയ്യുന്നില്ല. ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവം ആത്മാർത്ഥത കാണുന്നവനാണ്. കായികമാബേലും കൂടി ബലിയർപ്പിക്കുവാൻ പോയി, രണ്ടുപേരും ബലിയർപ്പിച്ചു. എന്നാൽ കായികന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ആത്മാർത്ഥതയുണ്ടായിരുന്നില്ല. ഒത്തിരിയേറെ പേർ നേർച്ചയിടുവാനായിട്ട് പോയി. എന്നാൽ വിധവയുടെ ചെമ്പ് തൊട്ട് മാത്രം അവൻ കാണുകയാണ്. അതിനെ ആത്മാർത്ഥതയെ അവൻ പ്രശംസിക്കുകയാണ്. രണ്ട് കള്ളന്മാർ അവന്റെ ഇടതുവശത്തും വലതുവശത്തും ഉണ്ടായിരുന്നു. വലതുവശത്ത് കിടന്ന കള്ളനോട് അവൻ പറയുകയാണ്, നീ എന്നോടുകൂടി പറുദീസായിലായിരിക്കുമെന്ന്. അവന്റെ ആത്മാർത്ഥത, അവന്റെ ബോധ്യം അവൻ കാണുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മാർത്ഥത കാണുന്നവനാണ് തമ്പുരാൻ എന്ന്. അതോടൊപ്പം തന്നെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തോടുള്ള ആത്മാർത്ഥത അത് വിശ്വാസത്തിന്റെ നിറവിലായിരിക്കണം. ശിമയോനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാമായിരുന്നു, അല്ലെങ്കിൽ അവൻ ചിന്തിച്ചിരുന്നു ഇവൻ ഒരു പ്രവാചകനാണ് എന്ന്. ആ പ്രവാചകനാണ് എന്ന ആ അറിവിന്റെ നിറവിലായിരിക്കണം യേശുവിനെ വിരുന്നിന് ക്ഷണിച്ചത്. എന്നാൽ
അത് വിശ്വാസത്തിന്റെ നിറവിലായിരുന്നില്ല. എന്നാൽ പാപിനിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു അവൻ ദൈവമാണ് എന്ന ബോധ്യം. ആ ബോധ്യത്തിന്റെ നിറവിലാണ് ക്ഷണിക്കപ്പെടാതിരുന്നിട്ട് പോലും അവിടെ അവൾ കയറി വന്നത്. അവനെ കണ്ട് ആദ്യത്തെ മര്യാദകളെല്ലാം സ്വീകരിച്ച് അവനെ സ്വീകരിച്ചത്. ശിമയോന് ലഭിക്കേണ്ടതാണ് ഇന്ന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന വചനം. എന്നാൽ ആ വചനം ലഭിച്ചത് ശിമയോനല്ല, മറിച്ച് ആദ്യത്തെ മര്യാദകൾ പാലിച്ച് അവനെ സ്വീകരിച്ച, അവനെ സ്നേഹിച്ച, അവനെ വിശ്വസിച്ച ആ പാപിനിക്കായിരുന്നു. അവരോട് ഈശോ പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന്. സ്നേഹമുള്ളവരെ, ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തെ സ്നേഹിക്കണം, വിശ്വാസത്തിന്റെ നിറവിൽ അത് ആത്മാർത്ഥതയോടെ ആയിരിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദരിദ്രരോട് സുശിച്ച് പ്രസംഗിക്കപ്പെടുന്നു എന്നാണ് സുശിച്ച് ഭാഗ്യത്തോടെ ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സ്വാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാതൃവാസിയായ മാതൃകയനുസരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം പ്രദേശത്തിലെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ പരിശുദ്ധാത്മാവിനെ ബോധിപ്പിക്കുകയും ദൈവിക ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന കർത്താവേ, കൗദാശീലത്തോടെ നിഷ്ഠിതരാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി ലോകമെങ്ങും പ്രശോഭിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകലത്തിന്റെയും നാഥനായ തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറാഴികളെ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
ആത്മാർത്ഥതയോടും ബോധ്യത്തോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി തമ്പുരാനെ സ്വീകരിക്കുവാൻ ആവശ്യമായി കൃപാവത്തോടെ യാചിക്കുക. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങൾ അങ്ങയിൽ Oh,
കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഇവിടെ അവിടുന്ന് സമൃദ്ധമാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തെ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. Hosanna, Hosanna, Hosanna.
ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി സിദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. ഇതിൽ വാങ്ങി പാഠം ചെയ്യുക. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൂർണ്ണതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഉപദേശം സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവം
സജീവവും ശിവനായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന ആവശ്യം പാപനം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. മിശിഹാ ശരീരത്തിൽ പൊന്തിക്കും.
കഴിഞ്ഞ ദിവസം ഒരാഴ്ച 11,013 രൂപ, ഹിന്ദി കുർബാന 4,421 രൂപ, സെൻറ് ജോർജ് സെഞ്ചുറിയനുകൾ 880 രൂപ, 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും 900 രൂപ, സെൻറ് തോമസ് കുടുംബ മാസവരി 3,700 രൂപ, സെൻറ് ആന്റണീസ് കുടുംബ യൂണിറ്റ് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തങ്കച്ചൻ കൊളരിക്കിൻ്റെ വസതിയിൽ വെച്ചു, മദർ തെരേസ കുടുംബ യൂണിറ്റ് 4 മണിക്ക് വള്ളിമഠത്തിൽ ബിഷപ്പിൻ്റെ വസതിയിൽ വെച്ചു, സെൻറ് തോമസ് യൂണിറ്റ് 5 മണിക്ക് ചുനൈമഠത്തിൽ മേരി മാത്യുവിൻ്റെ വസതിയിൽ വെച്ചു സമ്മേളിക്കുന്നതാണ്. ലോഗോസ് ബൈബിൾ ക്വിസ്, ജൂബിലി വർഷ ബൈബിൾ ക്വിസ് എന്നിവയിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ പേര് നൽകുക. കാറ്റഗീസം പഠിക്കുന്ന കുട്ടികൾ 20 രൂപ രജിസ്ട്രേഷൻ ഫീസോടുകൂടി വീട്ടുപേര്, ജന്മത്തിൽ എന്നിവ കാറ്റഗീസം പഠിപ്പിക്കുന്ന ടീച്ചർ വഴിയും മുതിർന്നവർ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ വഴിയും കാറ്റഗീസം ഹെഡ് മാസ്റ്റർ ഡോക്ടർ ജോലി പോളിൻ്റെ പക്കൽ പേര് നൽകുക. രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം +2 വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കാം. സുതരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായി നീക്കും. ഞങ്ങളുടെ രക്ഷകരമായ മിശിഹായി അങ്ങനെ ശരീരവും രക്തവും നൽകി പരിശുദ്ധാത്മ
പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പവിത്രീകരിച്ചതിനോട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും അങ്ങേക്ക് സാക്ഷികളാവുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്ത ദാനത്തിന് നിനക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സകലത്തിനെയും നാഥായ നീക്കും. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ തൻ പ്രിയ സുധനാൽ രക്ഷിച്ചു. റൂഹ തൻ വരമേകുകയാൽ സ്തുതികൾ പാടിമുതാ ദിവ്യരഹസ്യം ഘോഷിക്കും. നമ്മിൽ മാനവ സ്നേഹിതനാ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവനാം നമ്മെ നിതാന്തം സകലേശൻ പ്രേക്ഷിതരായി നയിക്കട്ടെ.